കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് നല്ലൊരു ജീവിതവും ജീവനും നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഈ ജീവിതം സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രതിച്ഛായക്കനുസരിച്ച് നവീകരിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ, ഏതു മതഭാഷക്കാരനെന്നോ നിറവ്യത്യാസമോ ഇല്ലാതെ ക്രിസ്തു എല്ലാവർക്കും ഉള്ളതാണ്. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു പുതിയ ഉണർവിനും വിടുതലിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നല്ലൊരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരണം വചനം പറയുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ദാനമായി ലഭിച്ച ഈ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന, സംരക്ഷിക്കുന്ന നല്ല ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം: കർത്താവേ, എൻ്റെ ആശ്രയം അങ്ങിൽ മാത്രമാണ്. അതിനാൽ എനിക്ക് ആകുലതയില്ല ഈശോയെ. അങ്ങാണ് എൻ്റെ സങ്കേതം. എന്നെ പരിപാലിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാണ്. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. ഓ യേശുവേ, ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. നീ മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. ഓ എൻ്റെ യേശുവേ, സങ്കേതമായി എൻ ദൈവമേ. യേശുവേ, 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 നീ മാത്രമൻ ആശ്രയം. യേശുവേ, യേശുവേ, നീ മാത്രമൻ ആനന്ദം. കർത്താവായ യേശുവേ, കൂരിരുളിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ സഹായിക്കും എൻ്റെ കർത്താവേ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ എൻ്റെ യേശുവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിക്കണമേ. നടക്കും ഭയം കൂടാതെ. ഓ എൻ്റെ യേശുവേ, കൂരിരുൾ താഴ്വരയിൽ നടക്കും ഭയം കൂടാതെ. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. ജീവിക്കും അന്ത്യം വരെ
കർത്താവായ യേശുവേ, എൻ്റെ വേദനകളിൽ ആശ്വാസമായി എന്നെ കരുതുവാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. കർത്താവേ, അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ നിമിഷം ആരാധിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഓ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഏറിടും ക്ലേശങ്ങളിൽ ചാരുവാ നീ മാത്രമേ. ഏറിടും ക്ലേശങ്ങളിൽ ചാരുവാ നീ മാത്രമേ. എൻ്റെ യേശുവേ, അങ്ങാണ് എൻ്റെ ആശ്രയം. യേശുവേ, അങ്ങാണ് എൻ്റെ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്താൽ നാം ഓരോരുത്തരും നിറയപ്പെടുകയും അതുവഴി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും കടന്നു വരികയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.